നമസ്കാരം. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ കേസുകൾ അന്വേഷിക്കുന്നതിനായി കോടതിയുടെ പ്രത്യേക നിരീക്ഷണത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ വലിയ പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന വിമർശനം ഇപ്പോൾ കേരളീയ പൊതുസമൂഹത്തിൽ ശക്തമാകുന്നുണ്ട്. നീതിപൂർവമായിട്ടുള്ള അന്വേഷണം പ്രതീക്ഷിച്ചിരുന്ന വിശ്വാസ സമൂഹത്തെ ആകെ നിരാശയിലാഴ്ത്തുന്ന തരത്തിലാണ് അന്വേഷണ സംഘത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം. അന്വേഷണം തുടങ്ങി മാസങ്ങൾ പിന്നിട്ടിട്ടും കൃത്യമായ ദിശാബോധം പുലർത്താനോ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ സംഘത്തിന് സാധിച്ചിട്ടില്ല. കോടതിയുടെ കർശനമായിട്ടുള്ള നിരീക്ഷണത്തിലും അതോടൊപ്പം തന്നെ മേൽനോട്ടത്തിലും പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഇത്തരത്തിൽ രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങുന്നത് ജനാധിപത്യപരമായിട്ടുള്ള അന്വേഷണ രീതികൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. അന്വേഷണ സംഘം ഒരു നിശ്ചിത രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന വിഭാഗമായി അധംപതിച്ചുവെന്ന വ്യാപകമായ പരാതിയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. അന്വേഷണം മന്ദഗതിയിലാക്കി പ്രതികളെ സഹായിക്കുന്ന നടപടിയാണ് SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതിലെ കാലതാമസം. നിയമപ്രകാരം 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രധാന പ്രതികൾക്കെല്ലാം സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള പഴുതുകൾ ഒരുക്കി കൊടുക്കുകയാണ് ഉദ്യോഗസ്ഥർ ചെയ്തത്. ഇതിനോടകം തന്നെ സ്വർണ്ണ കവർച്ച കേസിലെ പ്രതിയായ മൂരാരി ബാബു ജാമ്യം നേടി പുറത്തിറങ്ങിയത് ഇതിന് ഉദാഹരണമാണ്. ഇത്തരത്തിൽ പ്രതികൾ ഓരോരുത്തരായിട്ട് പുറത്തിറങ്ങുന്നത് ഈ കേസിലെ നിർണായകമായിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കപ്പെടാനും സാക്ഷികളെ സ്വാധീനിക്കാനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി, പത്മകുമാർ, വാസു തുടങ്ങിയവർ കൂടി ഇത്തരത്തിൽ ജാമ്യം നേടി പുറത്തു വരുന്നതോടുകൂടി കേസ് അട്ടിമറിക്കപ്പെടുമെന്ന ഭീതി ഇപ്പോൾ വിശ്വാസികൾക്കിടയിൽ പോലും പടരുകയാണ്. അന്വേഷണ സംഘത്തിൻ്റെ ഈ മെല്ലപ്പോക്കിന് പിന്നിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നേരിട്ടുള്ള ഇടപെടലുകളും ബാഹ്യ സമ്മർദ്ദങ്ങളുമൊക്കെ തന്നെ ഉണ്ടെന്ന ആരോപണവും അതീവ ഗൗരവമുള്ളതാണ്. ഭരണപക്ഷത്തെ പ്രമുഖ നേതാക്കളെയും മന്ത്രിമാരെയും സംരക്ഷിക്കുന്നതിനായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയാണ് ഇതിലൂടെ നടപ്പിലാക്കപ്പെടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇത്തരം കേസുകളിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ അവരെ സ്പർശിക്കാതെ മറ്റ് രാഷ്ട്രീയ നേതാക്കളെ മാത്രം ലക്ഷ്യം വെക്കുന്നത് പക്ഷപാതപരമായിട്ടുള്ള നടപടിയാണ്. അടൂർ പ്രകാശിനെ പോലെയുള്ള പ്രതിപക്ഷ നേതാക്കളെ പോലും കേസിൽ കുടുക്കാനായിട്ട് ശ്രമിക്കുന്നതിന് മുൻപ് ഭരണതലത്തിലുള്ള ഉന്നതരെ ചോദ്യം ചെയ്യാൻ SIT ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. രാഷ്ട്രീയ നേതാക്കളോടൊപ്പമുള്ള പ്രതികളുടെ ചിത്രങ്ങൾ പുറത്തു വന്നത് ഭരണകൂടവും കുറ്റവാളികളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ തെളിവായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു. പൊതുജനങ്ങളിൽ നിന്നും വിശ്വാസികളിൽ നിന്നും ഉയരുന്ന ശക്തമായ പ്രതിഷേധവും കോടതിയുടെ വരാനിരിക്കുന്ന ഇടപെടലുകളുമൊക്കെ തന്നെ ഭയന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ തിരക്കിട്ട നീക്കങ്ങൾ നടത്തുന്നത്. കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ പേരിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് വലിയ പേരുദോഷമുണ്ടാക്കിയ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഫെബ്രുവരി 15-നകം കുറ്റപത്രം കോടതിയിൽ നൽകാനാണ് നിലവിലത്തെ നീക്കം. ഇതിനായി ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് PSCയുമായിട്ട് വീണ്ടും കൂടിയാലോചനകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട 2 കേസുകളിലും ജാമ്യം ലഭിച്ച മൂരാരി ബാബു ചങ്ങനാശ്ശേരിയിൽ പരസ്യമായി സഞ്ചരിക്കുന്നത് നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നും ഇത് SITയുടെ പരാജയമാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. SIT യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടനയെ പോലെ പെരുമാറാനാണ് ശ്രമിച്ചതെങ്കിലും കേരളത്തിലെ വിശ്വാസ സമൂഹത്തിൻ്റെ ഒന്നടങ്കമുള്ള എതിർപ്പ് അന്വേഷണ സംഘത്തെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. കോടതിക്ക് മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്ന ഘട്ടം വന്നപ്പോഴാണ് കുറ്റപത്രത്തിനായിട്ടുള്ള അന്വേഷണ സംഘത്തിൻ്റെ നെട്ടോട്ടം ഇപ്പോൾ ആരംഭിച്ചത് തന്നെ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടലുകൾ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ഇനിയും ശ്രമിച്ചേക്കാം എന്നതിനാൽ തന്നെ വരും ദിവസങ്ങൾ ഏതായാലും നിർണായകമാണ്. നീതി ലഭിക്കുന്നതിനായിട്ട് കോടതിയിൽ നിന്നും കടുത്ത പരാമർശങ്ങൾ ഉണ്ടാകുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടന്നിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ പല പ്രമുഖരും ജയിലിൽ ആകേണ്ടതായിരുന്നു. ഈ ഒരു വസ്തുത ബാഹ്യ ഇടപെടലുകളുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നീക്കം അതീവ ഭീതിയോടെയാണ് SIT സംഘം ഇപ്പോൾ നോക്കിക്കാണുന്നത്. കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾക്ക് സാധ്യതയുണ്ടെന്നും അവർ ഭയപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ബാക്കി പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് തടയാനും ജനശ്രദ്ധ തിരിക്കാനുമുള്ള ശ്രമങ്ങൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും ഒരുപക്ഷെ ഉണ്ടായേക്കാം. സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ദ്വാരപാലക ശില്പങ്ങളുടെ മോഷണക്കേസിൽ ഉടൻ കുറ്റപത്രം നൽകി പുക രക്ഷിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. എങ്കിലും രാഷ്ട്രീയ യജമാനന്മാരെ പ്രീണിപ്പിക്കാനായിട്ട് നീതി നിഷേധിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നടപടി കേരളത്തിലെ വിശ്വാസ സമൂഹം വിസ്മരിക്കില്ലെന്ന മുന്നറിയിപ്പാണ് വിവിധ കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയരുന്നത്.